ഒരു ഗ്രാമത്തിൽ ആർക്കും രോഗങ്ങളില്ല, രോഗങ്ങൾ വരാറില്ല, അവർ ആശുപത്രിയിൽ പോകാറില്ല. ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയല്ല, നോർത്ത് ഇന്ത്യയില് ഹരിയാനയില് കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, പുരാണങ്ങളിലെ മഹാഭാരത യുദ്ധം നടന്നിരുന്ന സ്ഥലമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കുരുക്ഷേത്ര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. അവിടെ ആർക്കും രോഗങ്ങൾ അങ്ങനെ സാധാരണ വരാറില്ല. രോഗങ്ങൾ ആർക്കും വരില്ല എന്നുള്ളതല്ല, പക്ഷെ രോഗങ്ങൾ വന്ന് ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം 95% പേർക്കും അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇതറിഞ്ഞപ്പോ എനിക്ക് ആ ഗ്രാമത്തിനെ പറ്റി ഒന്ന് അറിയണമെന്നും മനസ്സിലാക്കണമെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണമെന്ന് മനസ്സിലാക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു പ്രാവശ്യം ഞങ്ങള് കുരുക്ഷേത്രയിൽ അടുത്തുള്ള ഈ ഗ്രാമം ഒന്ന് കാണാനായിട്ട് പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏകദേശം 400ഓളം വീടുകൾ അവിടെ ഉണ്ട്. ഭൂരിഭാഗവും കർഷകരാണ്. അതായത് ഒരു 380ഓളം വീടുകളിലുള്ളതും കർഷകരാണ്. ഇവര് രാവിലെ 6:30 മുതൽ അല്ലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അതിൽ കർഷക തൊഴിലാളികൾ വരും, പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും കൃഷി ഉപയോഗിച്ച് വളരെ വലിയ വരുമാനം ഉണ്ടാക്കുന്നവരാണ്. ഗോതമ്പും നിലക്കടലയും ഒക്കെ അങ്ങനെ ധാരാളം കൃഷികൾ അവിടെ ഉണ്ട്. 2-3 ഏക്കർ സ്വന്തമായിട്ടുള്ളവരാണ് കൂടുതൽ പേരും. കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായം അവരുടെ വലിയൊരു വരുമാന മാർഗം തന്നെയാണ്. ഇപ്പൊ ഈ വീട്ടില് ഗൃഹനാഥനും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൃഷിപ്പണിയിൽ വ്യാപൃതരാണ്. എന്ന് വെച്ചാൽ മക്കളൊക്കെ പുറത്ത് പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോയിട്ടുള്ളവരാണെങ്കിലും അവർ വീക്കെൻഡിലൊക്കെ വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളെ സഹായിക്കുന്ന ഒരു ശീലമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിലൊന്ന്, അവര് 2 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിൽ ലഞ്ചും കൂടെ ചേർത്തിട്ട് ഒരു 11-11:30 ആകുമ്പോൾ അവരൊന്ന് കഴിച്ചാൽ അടുത്ത ഭക്ഷണം അവർ കഴിക്കുന്ന വൈകിട്ട് 6-7 ഇടയ്ക്കാണ്. നന്നായിട്ട് അധ്വാനിക്കുകയും അതോടൊപ്പം തന്നെ കഴിക്കുന്ന ഭക്ഷണം എനർജി ആയിട്ട് പൂർണ്ണമായിട്ടും അവർ വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ശൈലിയാണ് അവർക്ക്. ഈ ശൈലി ഉള്ളതുകൊണ്ടാണ് കൃഷി ചെയ്യുന്നതിലൂടെ, അധ്വാനിക്കുന്നതിലൂടെ അവർക്ക് എക്സസൈസിന് പകരമായിട്ട് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ശരീരം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഞങ്ങൾ പോവുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷത്തിലാകെ അവിടെ 60 പേഷ്യൻസ് മാത്രമേ ചെന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവിടുത്തെ ഗ്രാമമുഖ്യനുമായിട്ട് സംസാരിച്ചു. നമുക്ക് പുറത്തുനിന്ന് ഒരാൾ ചെന്നാൽ അവർ അവിടെ അഡ്മിറ്റ് ചെയ്തില്ല. അവർ ഗ്രാമമുഖ്യത്തിന് അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ താമസിക്കാൻ ഒക്കെ അനുവാദം തരുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ പെർമിഷൻ എടുത്തിട്ട് ഞാൻ അവിടെ താമസിച്ചു. അപ്പൊ ഈ കർഷകരെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ഞാൻ വിചാരിച്ച പോലെ അല്ല, ഈ കർഷകരെല്ലാം കഠിനാധ്വാനികളാണ്. ആ കൃഷിയിൽ നിന്ന് ഒരു വർഷം 20-25 ലക്ഷം വരെ ഉണ്ടാക്കുന്നവർ വരെ ആ ഗ്രാമത്തിലുണ്ട്. കൃഷി ചെയ്യാനുള്ള ആൾക്കാരെ കൂടെ കൂട്ടുന്നതോടൊപ്പം തന്നെ ഇവരും ഈ കുടുംബനാഥനും നാഥയൊക്കെ ഇതിന്റെ ഭാഗമായി മാറാറുണ്ട്. കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ പരുവത്തിൽ, അതായത് ഒട്ടും സ്റ്റോർ ചെയ്ത് ശരീരത്തിൽ വെക്കാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പരുവത്തിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും കായിക അധ്വാനം, അത് ഹരിയാനയിൽ കൃഷിയാണെങ്കിൽ ഇവിടെ നമ്മൾ എക്സസൈസ് എങ്കിലും ചെയ്താൽ മതി. ആ രീതിയിലേക്ക് നമ്മൾ മാറാൻ മാനസികമായിട്ട് തയ്യാറായാൽ കേരളത്തിലെ ചെറിയ ചെറിയ ആശുപത്രികൾ വലിയ വലിയ കോർപ്പറേറ്റുകൾ വന്ന് ഏറ്റെടുത്ത് സൈഡിലേക്കോ മുകളിലേക്കോ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കാണാൻ പറ്റും. രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. മറ്റൊരു സ്ഥലത്തും എനിക്ക് ഇതുപോലെ കാണാൻ സാധിച്ചിട്ടില്ല. ഇത്രയും വ്യാപ്തിയിൽ ആശുപത്രികളൊന്നും വളരുന്നത് കേരളത്തിലെ പോലെ കാണാൻ സാധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ രോഗത്തിൽ നിന്ന് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ആരോഗ്യകരമായിട്ട് രോഗം വരാത്ത അവസ്ഥയിലേക്ക് പരമാവധി മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കത്തക്ക രീതിയിൽ നമുക്ക് പോകാൻ സാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്ക് യു.